കോട്ടയം ജില്ലയിൽ നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള സമാപിച്ചു. 7 നാൾ നീണ്ടുനിന്ന മേളയിലൂടെ സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാനായി. ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധേയമായിരുന്നു കോട്ടയത്തെ എന്റെ കേരളം പരിപാടി. കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങൾ അടുത്തറിയാൻ കോട്ടയംകാർക്ക് ലഭിച്ച അവസരമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. നാഗമ്പാടം മൈതാനത്ത് നടന്നുവന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള എല്ലാ അർത്ഥത്തിലും വിജയകരമായ കാഴ്ചയായി. നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതി ജനങ്ങൾ ആഗ്രഹിക്കും വിധം ഉണ്ടായോ എന്ന് വിലയിരുത്തേണ്ട ഘട്ടമാണ്. ഈ വിലയിരുത്തൽ ഈ 9 വർഷ കാലയളവിൽ ഓരോ വർഷവും നടന്നതാണ്. 2017 മുതൽ സർക്കാരിന്റെ വാർഷികാഘോഷം എന്നതിലുപരി ആ ഒരു വർഷം അല്ലെങ്കിൽ ആ കാലയളവ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കാനായി എന്ന പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിച്ചിരുന്നു. അതാണ് അവതരിപ്പിച്ചിരുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്തരമൊരു നടപടി ആദ്യത്തേതായിരുന്നു. സർക്കാർ നടപ്പാക്കിയ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ, സമഗ്ര മേഖലയിലും കേരളം കൈവരിച്ച അതിവേഗ വികസനം, ഇവയെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മേളയ്ക്ക് സാധിച്ചു. ഇത്തവണ കൂടുതൽ വകുപ്പുകൾ അവരുടെ സേവനങ്ങൾ വിവരിക്കുന്നതിന് വേണ്ടി കൂടുതൽ സ്റ്റാളുകൾ ഇട്ടിരുന്നു. വളരെ ഇൻട്രാക്റ്റീവായി ജനങ്ങളുമായി സംവദിക്കുന്ന സ്റ്റാളുകളായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് കുട്ടികൾക്കടക്കം പങ്കെടുക്കുന്ന ചെറിയ മത്സരങ്ങൾ എല്ലാം വകുപ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. ഏതൊക്കെ വകുപ്പുകൾ ഏതൊക്കെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്ന സ്റ്റാളുകളായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, മേള നല്ലൊരു വിജയമാണ്. കാരണം സർക്കാരിൻ്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ സ്റ്റാളുകളിലെല്ലാം തന്നെ കാണാം. സർക്കാർ ചെയ്തിട്ടുള്ള റോഡുകളാണെങ്കിലും അതുപോലെ തന്നെ വിവിധ മേഖലകളിലുള്ള എല്ലാ വികസനപരമായ കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളെല്ലാവരും വലിയ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഇവിടെയുണ്ട്. 7 പവലിയനുകൾ കേരളത്തിന്റെ മുഖം പ്രതിഫലിപ്പിച്ച കണ്ണാടിയായി. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പവലിയൻ എല്ലാ മേഖലകളിലും സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെ ലളിതമായും സമഗ്രമായും ജനങ്ങളിലേക്ക് എത്തിച്ചു. കൂടാതെ വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാർ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നവയായിരുന്നു. മറ്റു പവലിയനുകൾ നവകേരള സങ്കല്പത്തെ പൊതുജനങ്ങൾക്ക് പകർന്നു നൽകി. സർക്കാർ വകുപ്പുകൾ ജനങ്ങളുമായിട്ട് അത്ര ഇന്ററാക്ട് ചെയ്യാത്ത കുറെ അധികം വകുപ്പുകളുണ്ട്. അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവര് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന മെസ്സേജുകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മേളയായിട്ടാണ് ഇതിന് മാറാൻ കഴിഞ്ഞത്. 7 ദിവസവും വൻ ജനത്തിരക്കാണ് മേളയിൽ അനുഭവപ്പെട്ടത്. സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആളുകൾ മേള കാണാൻ ഒഴുകിയെത്തി. ദിവസം 40,000-ത്തിലധികം ആളുകൾ മേള സന്ദർശിച്ചുവെന്നാണ് കണക്കുകൾ. പിണറായി സർക്കാരിന്റെ 9ാം വർഷം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം എന്നുള്ള നിലയിൽ ഈ നടത്തിയ പരിപാടി എനിക്ക് തോന്നുന്നു വലിയ രീതിയിലുള്ള, ഇന്നലെയൊക്കെ ഒരു 30,000-40,000-ത്തിനടുത്ത ആളുകൾ പൊതുവെ ഈ മേള കാണാൻ വരികയും വളരെ ഇന്ററാക്റ്റീവ്. ഞങ്ങൾ ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ഈ മേഖലയിലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് തന്നെ ഇത്തരം ഒരു മേളയിലൂടെയാണ് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ അത്തരത്തിൽ ഇവിടെ വന്ന ആളുകൾ പൊതുവെ, അതുപോലെ തന്നെ ഈ സ്റ്റാളിൽ നിൽക്കുന്ന ആളുകൾ അവർ തന്നെ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാര്യം സർക്കാരിന്റെ ഇത്തരം സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന മറ്റൊരു മാർഗം ഒരുപക്ഷെ അവർ ആ നിലയിൽ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ ആ നിലയിലൊക്കെ ഏറ്റവും ഭംഗിയായി നടന്ന ഒരു പ്രദർശന സ്ഥലത്ത് കാർഷിക പ്രദർശന വിപണനമേള, സാംസ്കാരിക കലാപരിപാടികൾ, മെഗാ ഭക്ഷ്യമേള, വിവിധ മേഖലകളിലുള്ളവരുടെയും സവിശേഷ പരിഗണന അർഹിക്കുന്നവരുടെയും സംഗമങ്ങൾ, കായിക വിനോദ പരിപാടികൾ എന്നിവ മേളയുടെ ഭാഗമായി. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 186 സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത്. 45,000 ചതുരശ്ര അടി ശീതീകരിച്ച പവലിയൻ ഉൾപ്പെടെ 69,000 ചതുരശ്ര അടി വലുപ്പത്തിലാണ് പ്രദർശന വിപണനമേള നടന്നത്. വൈകുന്നേരം നടന്ന കലാപരിപാടികളിൽ കേരളത്തിലെ പ്രമുഖ കലാകാരന്മാരൊരുക്കിയ കലാവിരുന്ന് കോട്ടയംകാരുടെ മനസ്സ് കീഴടക്കി. മറ്റു ജില്ലകളിലേതുപോലെ തന്നെ ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടിയാണ്
കോട്ടയത്തെ എൻ്റെ കേരളം പരിപാടിയും സമാപിക്കുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24.